رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാനപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ലോകമൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കടുത്ത ബർമ്മയിൽ നിന്നും മിഡിൽ ഈസ്റ്റിനടുത്ത സിറിയയിൽ നിന്നുമുള്ള വാർത്തകൾ. മനുഷ്യർക്ക് ഇങ്ങനെയെല്ലാം ആകാൻ കഴിയുമോ എന്ന് ചോദിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ്. പണ്ടെല്ലാം നമ്മുടെ ഉപ്പാപ്പമാർ, ഇന്ന് ഖത്തർ, ദുബായ്, ഇതിനു മുമ്പൊരു പേർഷ്യയുണ്ടായിരുന്നു. പേർഷ്യക്ക് മുമ്പുള്ള സ്ഥലമാണ് ബർമ്മ. ബർമ്മ പിന്നീട് മ്യാൻമറായി. അവിടെ ഇസ്ലാം എത്തിയിട്ട് നാളേറെയായി. ഇന്ത്യയുടെ മുമ്പെത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. സഹാബിയായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ് അവിടെ ഇസ്ലാം എത്തിച്ചത് എന്നും അവരുടെ പ്രവർത്തന മേഖല പിന്നീട് ബർമ്മയിലേക്ക് ചേർക്കപ്പെട്ട അറാക്കാൻ പ്രദേശമായിരുന്നു എന്നുമാണ് ചരിത്രം പറയുന്നത്. ഈ അറാക്കാൻ പ്രദേശത്ത് 3.5 നൂറ്റാണ്ട് 350 വർഷത്തോളം ഇസ്ലാമിക ഭരണം നിലനിന്ന സ്ഥലമാണ്. പിന്നീടാണ് ബുദ്ധന്മാർ ആ പ്രദേശം പിടിച്ചടക്കിയത്. പിന്നെ അവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു. പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവിടെ പട്ടാള ഭരണമുണ്ടായി. പട്ടാള ഭരണത്തിൻ്റെ കിരാതമായ നാളുകളിൽ ആ പ്രദേശത്തുകാരിയായ കിം ജുൻ യങ് എന്ന് പറയുന്ന വനിത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷകളുമായി ജനങ്ങളെ സംഘടിപ്പിച്ചു. അവരുടെ നേതൃത്വത്തിൽ വീണ്ടും മ്യാൻമാറുകാരുടെ ഭരണമായി, ജനാധിപത്യ ഭരണമായി അവിടെ മാറി. അവർ അഹിംസയിലൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചയാളെന്നുള്ള നിലക്ക് അവർക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുത്തു. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിൽ പറയുന്നത്, അവരുടെ പ്രത്യേകതയായി പറയുന്നത്, അഹിംസയുടെ മാർഗങ്ങൾ ഉപയോഗിച്ച് രക്തം ചിന്താതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്നതാണ്.
അവരുടെ ഭരണമാണിപ്പോൾ അവിടെ ഉള്ളത്. ഞാനിവിടെ പറഞ്ഞ വ്യത്യസ്ത കാലഘട്ടങ്ങൾ അത് 1838 മുതൽ തുടങ്ങുന്നതാണ്. പട്ടാള ഭരണം, സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാർ ഇങ്ങനെ മാറി വന്നതല്ല. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നൊരു വിഭാഗമാണ് അവിടുത്തെ മുസ്ലിങ്ങൾ. ബുദ്ധന്മാരാണ്. നമുക്കറിയാം, ഒരു ജീവിയെപ്പോലും നോവിക്കാൻ പാടില്ല എന്നതാണ് ബൗദ്ധ ദർശനത്തിൻ്റെ സവിശേഷത എന്നാണ് പറയാറ്. അതിൽ തന്നെയുള്ള തരവാദ ബുദ്ധന്മാരാണ് അവിടെ ഭരിക്കുന്നത്. തരവാദ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായതാണ്. പക്ഷേ അവർ മുസ്ലിങ്ങളോട് കാണിക്കുന്നത് വളരെ ക്രൂരമായ, ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ തുടർന്ന് പോന്നുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ സമൂഹത്തെക്കുറിച്ച് പഠിച്ച ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയുടെ ക്രിമിനൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗം അവർ പറയുന്നത് അവിടെയുള്ള മുസ്ലിങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ജിനോസൈഡിൻ്റെ അഥവാ പൂർണ്ണമായും ഒരു വർഗം നിഷ്കാസിതമാകുന്നതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് ഇത്. 6 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് വംശീയ ശുദ്ധീകരണം നടക്കുക എന്നാണ് ആ രംഗത്ത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അതിൽ 5 ഘട്ടങ്ങളും കഴിഞ്ഞു. 6ാം ഘട്ടം ഇപ്പോൾ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 9-ാം തീയതി അവിടുത്തെ 3 പോലീസ് പോസ്റ്റുകളിൽ, അവിടുത്തെ 3 പോലീസ് പോസ്റ്റുകളിലുള്ള 9 പോലീസുകാരെ ഇസ്ലാമിക ഭീകരന്മാർ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അവർ അതിന് പകരം വീട്ടിയത് മുസ്ലിങ്ങളേറെയുള്ള 2-3 ഗ്രാമങ്ങൾ ഉപരോധിച്ചുകൊണ്ട്, ആ ഗ്രാമങ്ങൾ പട്ടാളക്കാർ ഉപരോധിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് തീ അവിടെയെല്ലാം വർഷിച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് ചുട്ടരിക്കുകയായിരുന്നു. പച്ച മനുഷ്യന്മാർ വെന്തിങ്ങനെ ഉരുകുന്നത് കണ്ട് രസിക്കുകയായിരുന്നു ബുദ്ധന്മാർ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ അവരാണുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർ പിടിച്ച് തീയിലേക്ക് തന്നെ എറിഞ്ഞു. ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച പെണ്ണുങ്ങളെ അവർ കൂട്ടം കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണത്. ഇന്നലെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവിടേക്ക്, അറാക്കൻ പ്രദേശത്തേക്ക് ഒരു ട്രൂപ്പിനെ പറഞ്ഞയച്ചത് അന്വേഷിക്കാൻ വേണ്ടി. അവർ കൊടുത്ത റിപ്പോർട്ട് നിയമവിധേയമല്ലാത്ത ഒന്നും അവിടെ നടന്നിട്ടില്ല എന്ന്. ഞാൻ ഇതേപോലുള്ളൊരു പരിപാടിയിൽ ഈ കാര്യം പറയുന്നത് ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ കൃത്യമായി ടെലിവിഷൻ കാണുന്ന, മാധ്യമങ്ങൾ വായിക്കുന്ന ഒരു മുസ്ലിം അല്ലാത്ത സുഹൃത്തിനോട് അരാക്കാനിൻ്റെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം പറഞ്ഞു നോക്കൂ. അയാൾ പറയും അത് ബംഗ്ലാദേശുകാരായ കുടിയേറ്റക്കാരാണ്, അവർ തിരിച്ചു പോകാത്തതുകൊണ്ടാണ് ആ പ്രശ്നമെന്ന്. ചോദിച്ചു. ഇത്
നമുക്ക് നൽകുന്ന വലിയൊരു ഭീഷണമായ വർത്തമാനമുണ്ട്. ആ വർത്തമാനം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായി തീരും. നമുക്കറിയാമല്ലോ, 2 ദിവസമായി ആലപ്പുഴയിൽ നിന്ന് വന്നു വരുന്ന ന്യൂസുകൾ. സിറിയയിലെ ഒരു പണ്ഡിതനോട്, പുറത്തുള്ള പണ്ഡിതനോട് അവിടെയുള്ള പുരുഷന്മാർ ഫത്വ ചോദിക്കുകയാണ്. ഷെയ്ഖ്, ഞങ്ങളെ മക്കളെ കൊല്ലാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ കൊല്ലാൻ പറ്റുമോ? എന്താണ് മക്കളെയും ഭാര്യമാരെയും കൊല്ലണം എന്ന് പറയാൻ കാരണം? അവരേതായാലും മരിക്കും. പക്ഷേ അവിടെയുള്ള അലവി സൈന്യം, ഷിയാക്കളുടെ സൈന്യം, ഞങ്ങളുടെ പെൺമക്കളെ ക്രൂരമായി ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിരന്തരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല്ലുന്നത് കാണണം ഞങ്ങൾ. അത് കാണാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. ഏതായാലും അവർ മരിക്കും, അപ്പോൾ ഞങ്ങളുടെ കൈ കൊണ്ട് അവരെ കൊല്ലട്ടെ. പെണ്ണുങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്നാണ്. കാരണം ഏതായാലും കൊല്ലപ്പെടാൻ പോകുന്നു. ഈ കശ്മലന്മാരുടെ ലൈംഗിക ദാഹം മുഴുവനും തീർത്തതിന് ശേഷം മരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം മരിച്ചുകൂടെ എന്നാണ് അവരുടെ ചോദ്യം. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകം മൊത്തത്തിൽ വലതുപക്ഷ തീവ്രതയിലേക്ക് പോവുകയാണ്. അതിൻ്റെ തുടക്കം ഇന്ത്യയിലായിരുന്നു. 2014 ശ്രീമാൻ നരേന്ദ്രമോദി ഭരണമേറ്റെടുത്തപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പിൽക്കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രചരണ വിഭാഗത്തിൻ്റെ തലവൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകം വലിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണിത്. അത് പിന്നീട് നമ്മൾ ഇസ്രായേലിൽ കണ്ടു. ബെഞ്ചമിൻ നെതന്യാഹു, ജൂത വലതുപക്ഷം തീവ്രവാദി. പിന്നീട് നമ്മൾ ഇറാനിൽ കണ്ടു. അവിടെ ഞാൻ ഇറാനെ കൂട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് പിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ കേൾവിക്കാർക്ക്, നിങ്ങൾക്കല്ല ഞാൻ പറയുന്നത്. കാരണം പക്ഷം അവിടെയാണ് എന്നതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അവിടെ ബഷാർ അൽ അസദിനെ പോലെയുള്ളൊരു ഷിയാക്കളുടെ പട്ടാളക്കാർ ലാ ഇലാഹ ഇല്ലാ ബഷാർ എന്ന് പറഞ്ഞ് മരിക്കട എന്ന് പറഞ്ഞ് മണ്ണിൽ മനുഷ്യന്മാരെ കുടിച്ചു മൂടുന്ന ദൃശ്യം നമ്മൾ കാണേണ്ടി വരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്തെങ്ങും ഇത് വ്യാപകമായി പടരുകയാണ്. യൂറോപ്പിലും ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനുകളിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് തീവ്ര മുസ്ലിം വിരോധികളാണ്, ഇസ്ലാമോഫോബിക്കുകൾ എന്നർത്ഥം. ഇങ്ങനെ അവരെയെല്ലാം അങ്ങനെയാക്കി തീർക്കാൻ വേണ്ടി ഇവരുപയോഗിച്ച ഏറ്റവും വലിയ ആയുധം, അത് പറയാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത്, ഇസ്ലാം ഭീകരതയാണ് എന്ന മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രചാരണങ്ങളാണ്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടതിന്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇസ്ലാം ഭീകരതയാണ് എന്ന ആശയം മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ തലച്ചോറിലേക്ക് സംപ്രേഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് നമ്മുടെ കേരളം വേറിട്ട് നിൽക്കുന്ന പ്രദേശമാണ്, നമുക്കറിയാം. നമ്മുടെ ചരിത്രം അവിടെ നമുക്ക് അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽപ്പെട്ട ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയാം, നമ്മൾ മലയാള പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. ഹെർമൻ ഗുണ്ടർട്ടിനെ നമ്മൾ പഠിച്ചത് എന്താണ്? ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹം മലയാള ഭാഷക്കാദ്യമായി വ്യാകരണ ഗ്രന്ഥം എഴുതിയ വ്യക്തി.
മലയാളം ശബ്ദധാരാവലി, മലയാളം ഡിക്ഷണറി എഴുതിയ വ്യക്തി. ഇങ്ങനെയെല്ലാമാണ് ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയുക. പക്ഷേ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മറ്റൊരു മുഖമുണ്ട്. ആ മുഖം മലയാള ഭാഷയിൽ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ വ്യക്തി ഹെർമൻ ഗുണ്ടർട്ടാണ്. അന്നത്തെ ചിന്തിക്കുന്ന ഹിന്ദുക്കൾക്കും വിദ്യാഭ്യസിക്കുന്ന മുസ്ലിങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ വലിയ ഇസ്ലാം വിരോധികൾ എഴുതുന്ന അതേ രൂപത്തിൽ അതേ പോയിന്റുകൾ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്നതിന് പിന്നിൽ സാമ്രാജ്യത്വത്തിന് അന്നും ഇന്നും ഒരേ ലക്ഷ്യമാണുള്ളത്: മുസ്ലിങ്ങളെ വൈകാരികമായി പ്രതികരിക്കുന്നവരാക്കി തീർക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഒരു ഭീകരരുടെ നേതാവ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. അവിടെയാണ് നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിന്മുറക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന അഭിമാനമില്ലേ? കേരളത്തിൽ ഒരു നൂറ്റാണ്ടായി നടക്കുന്ന മുസ്ലിം നവോത്ഥാനം, അതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയത് എന്ന് അഭിമാനത്തോടു കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹി സെന്ററിൻ്റെ ആളുകൾ പറയുമ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ തുടക്കം അത് യഥാർത്ഥത്തിൽ ഹെർമൻ ഗുണ്ടർട്ടിന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു. അത് നമുക്ക് പലപ്പോഴും അറിയില്ല. ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ ആ പുസ്തകത്തിന് നല്ല ശുദ്ധമായ മലയാളത്തിൽ മറുപടി പറഞ്ഞത് സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ എന്ന് പറയുന്ന കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ശില്പിയായ വ്യക്തിയായിരുന്നു. നബിനാണയം എന്ന പുസ്തകം അദ്ദേഹം എഴുതി. നബിനാണയം എന്ന പുസ്തകത്തിൽ ഗുണ്ടർട്ട് എഴുതിയ വാദങ്ങളുടെ മുഴുവനും മറുപടിയുണ്ടായി. നമ്മളറിയണം, ഗുണ്ടർട്ടിൻ്റെ പുസ്തകം ഇപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ മ്യൂസിയത്തിൽ പോലും ബാക്കിയില്ലാത്ത വിധം അവർ പിൻവലിച്ചു. ആ പുസ്തകം നമ്മൾ കുറേ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. കാരണം മക്തിയുടെ പുസ്തകത്തിൽ നിന്ന് ആ പുസ്തകത്തെക്കുറിച്ച് വിവരം കിട്ടിയിട്ട് ആ ബുക്കൊന്ന് കിട്ടാൻ വേണ്ടി അതിന് ഒരുപാട് തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. അവരുടെ മ്യൂസിയങ്ങളിൽ പോലും ഇല്ലാത്ത വിധം ആ പുസ്തകം പിൻവലിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുണ്ടർട്ട് ചെറിയ ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വെറുതെ നശിച്ചു പോകാൻ ആ ഒരു സാധ്യതയുമില്ല. ഞാൻ പറയുന്നത്, ഈ നബിനാണയം എന്ന പുസ്തകം എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പരിചയപ്പെടുത്തിയ ആ പരിചയപ്പെടുത്തൽ വഴി ഏതൊരു ലക്ഷ്യമാണോ ഗുണ്ടർട്ട് ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തെ വളരെ സമർത്ഥമായി തോൽപ്പിച്ച പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. ആ പാരമ്പര്യമാണ് ഇസ്ലാമോഫോബിയക്കുള്ള ഒരേ ഒരു മറുമരുന്ന്. അത് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഗുണ്ടർട്ടിൻ്റെ പുസ്തകം വന്നതിന് ശേഷം വീണ്ടും ഗുണ്ടർട്ട് ഈ ബുക്കല്ല ആദ്യം ഈ പുസ്തകമല്ല പബ്ലിഷ് ചെയ്തത്, അല്ല മക്തി തങ്ങൾ. ഗുണ്ടർട്ടിൻ്റെ ഈ പുസ്തകം വന്ന ഉടനെ തന്നെ മക്തി തങ്ങൾ ചെയ്തത് ഗുണ്ടർട്ടിന് മറുപടി പറയുകയല്ല. രസകരമാണ് മക്തി തങ്ങളുടെ ബുദ്ധി. അദ്ദേഹം ചെയ്തത് ബൈബിൾ പഠിക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗുണ്ടർട്ടിൻ്റെ നബി വിമർശനത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയത് കഠോര കുഠാരം എന്ന ക്രിസ്തുമത വിമർശന ഗ്രന്ഥമാണ്. വിമർശകന്റെ ഭൂമികയെ തകർത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എഴുതപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നതായിരുന്നു മഹാനായ മക്തി തങ്ങളുടെ രീതി. അദ്ദേഹം ആദ്യം കഠോര കുഠാരം എഴുതി. ക്രൈസ്തവരുടെ അടിസ്ഥാന തത്വങ്ങളെ മുഴുവനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഗണ്ണിച്ചുകൊണ്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങി ഏകദേശം ഉടനെ തന്നെ ക്രൈസ്തവ പാതിരിമാർ ഒന്നിച്ചു വാങ്ങിയിട്ട് തീയിട്ട് നശിപ്പിച്ചു. രണ്ടാമത്തെ പതിപ്പിൻ്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് അറിയുക.
പാതിരിമാർ വിമർശിപ്പിച്ചതുകൊണ്ട് എനിക്ക് കാശ് കിട്ടി. പക്ഷേ മക്തി തങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇറക്കുന്നു പരിഷ്കരിച്ച പുതിയ പതിപ്പ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതി, അതായിരുന്നു നബി നാണയം. അതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പാർക്കലീത്ത പോർക്കളം എന്ന പുസ്തകം. നിങ്ങൾ മോശമായവരെ ജീവിക്കുന്ന, നിങ്ങൾ വൃത്തികെട്ടവരായി അവതരിപ്പിക്കുന്ന, നിങ്ങൾ ലൈംഗികമായി അച്ചടക്കമില്ലാത്ത യാത്ര അവതരിപ്പിക്കുന്ന, നിങ്ങൾ യുദ്ധവിദ്യരായി അവതരിപ്പിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ വഴിയുടെ നിങ്ങളുടെ യേശു ക്രിസ്തു ഇനി വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാനായ യേശു ക്രിസ്തുവിനെ ഇത് ബൈബിൾ ഉപയോഗിച്ചതിനെ സമർപ്പിക്കുക മാത്രമല്ല, അതിന് ആമുഖത്തിൽ മറുപടി പറയാൻ വെല്ലുവിളിക്കുന്നത് 100 രൂപക്കാണ് എന്ന് പറയുന്നത്. ക്രൈസ്തവ ലോകത്ത് ഏകദേശം മലയാളത്തിൽ പുറത്തിറങ്ങിയ ഇസ്ലാമിനെ പുറത്തിറക്കിയ ഒരു പുസ്തകം വായിക്കാൻ അവസരം ലഭിച്ച ഒരാളുകളായിട്ട് പറയട്ടെ, മക്തി തങ്ങളുടെ ഈ വെല്ലുവിളിക്ക് ഇന്ന് വരെ ക്രൈസ്തവ ലോകത്ത് നിന്ന് മറുപടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകം മൊത്തത്തിൽ ഇസ്ലാമോഫോബിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിരോധിക്കപ്പെടേണ്ട ഗ്രന്ഥമായി വരുത്തിക്കൊണ്ട് ഉള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള മറുപടിയെന്ന് അത് എഴുതിയവന്റെ ഓഫീസിൽ പോയി പൊട്ടിച്ചിരമിച്ചാകണ്ട, മറിച്ച് അവന്റെ ആശയ ചക്രവാളത്തെ ഇസ്ലാമിന്റെ വെളിച്ചം ഉപയോഗിച്ച് തകർത്തി പണമാക്കുക. അത് സാധിക്കുന്ന സന്ദർഭത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, ഇന്ത്യ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയിൽ ഇതേപോലെ തന്നെ ഒരു വല്ലാത്ത ഇസ്ലാമോഫോബിയ ഉണ്ടായി. അവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ ചെയ്തത് പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അവതരിപ്പിക്കുവാൻ ഇതൊരു അവസരമായി ചെയ്തത്. കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് അപ്പോഴാണ് പുതിയ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ വേണ്ട രൂപത്തിൽ തർബിയത്ത് കൊടുക്കുവാനുള്ള സാഹചര്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അത്തരം ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ തലച്ചോറിലേക്ക് വളരെ അപകടകരമായ ഭീകരവാദത്തിന്റെ കൊടുത്ത് ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് അവരെ തന്നെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുക. അതിന് തന്നെയാണ് കേരളം സാക്ഷീകരിച്ചത്. നമ്മുടെ കേരളം നമ്മളെല്ലാം പറ്റുന്ന കേരളമല്ല, നമ്മളത് അറിഞ്ഞേ പറ്റും. അവിടെയുള്ള വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ മനസ്സുകൾക്കകത്തല്ല വളരെ സമർത്ഥമായി ഇസ്ലാം ലോകത്തിന്റെ വിത്തുകൾ പാകപ്പെട്ട് കഴിഞ്ഞു. ഇസ്ലാം ലോകത്തിന്റെ സമർത്ഥമായ വിത്തുകൾ, ഈ വിത്തുകൾ ഉടച്ച് വൃക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ആ വൃക്ഷമാകുന്ന പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തന്നെ പ്രത്യേകമായ ഒരു മാതൃകയാണ് കേരളം. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയില്ല. ആ മാതൃക മാത്രമല്ല, പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് സെക്യുലർ ഡെമോക്രസി എന്നത്. പുതിയ കാലത്തുള്ളതാണ്, മധ്യകാലഘട്ടത്തിലില്ല. അത് 1800-കളോടുകൂടി ലോകത്ത് മറ്റു സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും 1900-കളിൽ പല പ്രദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ ദർശനമാണ് സെക്യുലർ ഡെമോക്രസി. ഈ സെക്യുലർ ഡെമോക്രസിയുടെ ലോകത്ത്, മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ ലോകത്ത് എങ്ങനെ ഇസ്ലാമിക പ്രബോധനം സമർത്ഥമായി നിർവഹിക്കുവാൻ മുസ്ലിം സമൂഹത്തിന്റെ കൃത്യമായ നവജാഗരണത്തിന് എങ്ങനെയാണ് സെക്യുലർ ഡെമോക്രസി ഉപയോഗപ്പെടുത്തുക എന്ന് ചരിത്രത്തിൽ കാണിച്ചു കൊടുത്ത് വിജയിച്ച നാടകങ്ങളാണ്. അതിന് പിന്നിലുണ്ടായ ആളുകളാണ് ഐക്യസംഘടനയിലെ ആളുകൾ, അവരുടെ
അവകാശപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ കാലത്ത് വലിയ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യമാരെയൊന്നുമല്ല ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നത്. പ്രവാചകൻ പറഞ്ഞത് കൈവെട്ടാനും കാലുവെട്ടാനും ശരീരം ചേർച്ച് കളയാനെല്ലാം ഒരുപാട് ആളുകൾക്ക് കഴിയുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ അവതരിപ്പിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ദൗത്യം ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാം. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ കാലഘട്ടത്തിൽ നമ്മളിൽ ആവശ്യപ്പെടുന്നതാണ്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആത്യന്തികമായി ഇവിടെ വികൃതവൽക്കരിക്കപ്പെടുകയാണ്. നമുക്കറിയാം പ്രവാചകന്റെ ഭൗതിക ശരീരത്തിന് നേരെ കൂരമ്പുകൾ കടന്നു വന്നപ്പോൾ ആ കൂരമ്പുകൾ സ്വന്തം നെഞ്ചകത്തിലോട്ട് തറഞ്ഞ സ്വഹാബിമാരുടെ വീരകൃത്യത്തെ കുറിച്ച് നമ്മൾ ഏറെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകൾ സ്വന്തം നെഞ്ചുകൊണ്ട് തടുത്ത് നിർത്തിയതുകൊണ്ട് അദ്ദേഹം വീണപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മുഴങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് നേരെ വന്ന കൂരമ്പുകൾ സ്വന്തം നെഞ്ചുകൊണ്ട് തടുത്ത് നിർത്തിയ പ്രതിരോധിച്ച സ്വഹാബിമാരെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരത്തെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. പക്ഷേ നമുക്ക് വിമോചനത്തിന്റെ മാർഗം നമ്മ മനുഷ്യരാക്കിയ, അല്ലെങ്കിൽ നമ്മൾ പ്രാണരക്ഷയും വൈശ്വരക്ഷയും ചക്കാളുമായി ജീവിക്കുമായിരുന്നു. നമ്മളെ മനുഷ്യരാക്കിയ, നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം കാണിച്ചതല്ല നമ്മുടെ സ്വന്തത്തെക്കാളും പ്രശംസിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് എല്ലാവരും. അതിന് ഈ ഇസ്ലാമിക ഒന്നിച്ചുള്ള പോക്ക് ഒരുപാട് ആവേശം കൊണ്ടും അത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചതിൽ നമ്മുടെ ഖത്തറിന്റെ ഇസ്ലാമിക സംഘത്തിന്റെ സുഹൃത്തുക്കളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി ശക്തമായി മുന്നോട്ട് പോകുവാൻ കൂടുതൽ